തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതനെ കഴിഞ്ഞ അർദ്ധരാത്രിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വീട് കയറി ഭാര്യയും മക്കളെയും മർദ്ദിച്ച ശേഷം എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. ഭാര്യ അശ്വതി നിലവിൽ ആറ്റുകാൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി വീണ ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഈ അർദ്ധരാത്രി പോലീസ് അതിക്രമം കാണിച്ച് സുഗതനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളിലേക്ക്. ഒരു ജീവൻ അപകടം പറ്റിയിട്ടും കോടതി വിവരങ്ങളുമായി എം.എസ്. വീണ ചിരിക്കുകയാണ്. വീണ ഒരു ജനപ്രതിനിധിയാണ് ഇങ്ങനെ ഒരു കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയത്. എല്ലാവരും പറയുന്നുണ്ട് അദ്ദേഹം ഹാജരാകും, അദ്ദേഹം നിയമവ്യവസ്ഥയെ ആ രീതിയിൽ തന്നെ മാനിക്കും. പക്ഷേ അതൊന്നും ചെവികൊള്ളാതെ അതിക്രൂരമായ ഇടപെടലുകൾ നടത്തി അദ്ദേഹത്തെ മർദ്ദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മർദ്ദിക്കുന്നു, മക്കളെ മർദ്ദിക്കുന്നു, ആകാശത്തേക്ക് വെടിവെക്കുന്ന ഒരു സാഹചര്യം ബോധപൂർവം സൃഷ്ടിക്കുന്നു. ഇങ്ങനെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഇത്രത്തോളം പ്രതിഷേധം ഇതിനകം ശക്തമായി കഴിഞ്ഞു. KP കഴിഞ്ഞ ദിവസം കണ്ടത് സമാനതകളില്ലാത്ത ഒരു അക്രമ സംഭവം പോലീസിന്റെ നരനായാട്ട് പ്രവൃത്തിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഈ ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണത് പോലീസ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണെങ്കിൽ പോലും അതിൽ കൃത്യമായി തന്നെയുണ്ട് ഒരു മനുഷ്യന് നൽകേണ്ട പ്രാഥമിക പരിഗണന നൽകുന്നില്ല. അദ്ദേഹം ഒരു പ്രതിയല്ല, അല്ലെങ്കിൽ ഒരു കൊലപാതക കുറ്റം ചെയ്ത ആളല്ല, പിടികിട്ട പുള്ളിയല്ല. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, നാട്ടുകാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്, പൊതുപ്രവർത്തകനാണ്. അപ്പോഴും ആ വീഡിയോയിൽ പറയുന്നുണ്ട് സഹകരിക്കുമെന്ന് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർ പറയുമ്പോൾ പോലും പോലീസ് വളരെ മൃഗീയമായി അദ്ദേഹത്തെ ഉപദ്രവിച്ചുകൊണ്ട് പിടികൂടാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത്. അദ്ദേഹം ഓടിപ്പോകാൻ തയ്യാറാകുന്നില്ല. പോലീസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊന്ന് വസ്ത്രം ധരിക്കണം, നേരായ മാർഗത്തിൽ കൂടെ കൊണ്ടുപോകൂ എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും പോലീസ് അത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അർദ്ധരാത്രി ഒരു വീട്ടിലേക്ക് ഇരച്ചെത്തുന്നു. രണ്ട് കുട്ടികളും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം. എന്തിനാണ് പോലീസ് സംഘം ഇത്രയ്ക്ക് എത്തിയതെന്ന് പോലും അവർക്ക് കൃത്യമായി അറിയില്ല. പിന്നീടാണ് വാസ്തവങ്ങൾ അറിയുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ പോലീസ് കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തെയും കുട്ടികളെയും ആക്രമിക്കുവാൻ തുടരുകയാണ്. ഇപ്പം നിലവിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അശ്വതിയും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ ഇപ്പോൾ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമ്മോടൊപ്പം അശ്വതി ചേരുകയാണ്. ശാരീരികമായും മാനസികമായും ഒക്കെ ഒരു ആഘാതം കഴിഞ്ഞ് ആ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ്. നമുക്ക് എന്തായാലും അശ്വതിയോട് തന്നെ ചോദിക്കാം. അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ, പോലീസിന്റെ ഭാഗത്തുനിന്ന് അക്രമം അഴിച്ചുവിടുന്ന സംഭവം, താങ്കളും കുട്ടികളും ഭർത്താവും അടക്കം ആ ആക്രമണത്തിനിരയായി. അതെ, ഒരു 8 മണിയോട് 9:30 മണിയോടുകൂടിയാണ് പോലീസ് യാതൊരുവിധ ഇതുമില്ലാതെ വീട്ടിലോട്ട് കയറി വരുന്നത്. അപ്പോൾ എൻ്റെ കടയിലൊരു സ്റ്റാഫുണ്ട്, പുള്ളിക്കാരൻ വീണിട്ട് കൈ ഷോൾഡർ വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ ക്യാഷിന് വേണ്ടിയിട്ട് വരുവാണ്. ആ പുള്ളി വന്നതിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പോലീസ് കയറി വരിക. യാതൊരുവിധ ഇതുമില്ലാതെ വീട്ടിനകത്തോട്ട് കയറുന്നത്. അപ്പോൾ ഞാനും എൻ്റെ എത്ര പേരുണ്ട്? അവർ ആദ്യം 2 പേരായിരുന്നു. ആ 2 പേര് SI വിപിനും അഭിജിത്തുമാണ് ഉണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും കയറി വന്നപ്പോഴത്തേക്ക് ഞാനും എൻ്റെ മോനും ഇത് എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മോനെ 14 വയസ്സായ എൻ്റെ മോനെ പിടിച്ചു മാറ്റിയിട്ട് ഇദ്ദേഹം സിവിൽ ഡ്രസ്സിലാണ് വന്നത്. വിപിൻ എന്ന് പറയുന്ന പോലീസുകാരൻ സിവിൽ ഡ്രസ്സിലാണ് വന്നത്. കയ്യിൽ നിന്ന് തോക്കെടുത്ത് മോനെ ചൂണ്ടിയിട്ടാണ് മുകളിലോട്ട് വെടിവെച്ചത്. ഈ വെടിയിൽ എൻ്റെ 2 മക്കളും പേടിച്ചിട്ടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരനെയും വൈഫിനെയും വിളിച്ചു വരുത്തുന്നത്. ഇപ്പോൾ പ്രതിപട്ടികയിൽ ഹസ്ബൻഡിൻ്റെ സഹോദരനും കൂടെ ചേർന്നാണ് വന്നത്. അവരെ വിളിച്ചു വരുത്താണ്. പെരുമഴയായിരുന്നു, നമ്മൾ ഇത്ര പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വെടിയൊച്ച കേട്ടിട്ടാണ് ഏതൊക്കെ സൈഡിൽ നിന്നാണ് പോലീസുകാർ വന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. എല്ലാവരും കൂടെ വന്ന് ഇദ്ദേഹത്തെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിച്ചു കൊണ്ടുപോകാനാണ്. ഇപ്പോൾ ഓരോ ചാനലിൽ വന്ന ന്യൂസ് എന്ന് വെച്ചാൽ, ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് പറഞ്ഞു എന്നെ ഉപദ്രവിച്ചു, എന്നെ
പോലീസ് അടിച്ചു എന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുമ്പോൾ അപ്പോഴും ഞാൻ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള സമയം എനിക്ക് അവിടെ ഇല്ല. പിന്നെ കാണിക്കുന്ന വിഷ്വൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അതെല്ലാം അവരെടുത്ത വീഡിയോസാണ്. അവരെ സേഫാക്കുന്ന തരത്തിലുള്ള വീഡിയോസ് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിനിടയിൽ നമ്മൾ ഉപദ്രവിക്കുന്ന വീഡിയോസ് ഒന്നും അവരെടുത്തിട്ടില്ല. ഇപ്പോൾ വന്ന പുറത്തു വന്ന ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ്. അതായത് അദ്ദേഹത്തെ ഇങ്ങനെ ആക്രമിക്കാതിരിക്കും, അദ്ദേഹം നിങ്ങളോടൊപ്പം സഹകരിക്കും, നേരായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് നിങ്ങളടക്കം ഞാൻ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. പറഞ്ഞാൽ ഇതായിട്ട് വരുന്ന ആളാണ്. ഒന്നുമില്ലെങ്കിലും അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ജനങ്ങളോട് അത്രയിതം ഇതായിട്ടുള്ള ആളായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ ഇവിടെ കൗൺസിലറായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തത്. അദ്ദേഹം കൂടെ വരും, നിങ്ങൾ ആ ഒരു ഇതിൽ ചെയ്താൽ മതിയെന്ന് ഞാനും എൻ്റെ ചേച്ചിയും എല്ലാം പറയുന്നുണ്ട്. ഈ പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നെയും ഉപദ്രവിച്ചു, എൻ്റെ ചേച്ചിയെ ഉപദ്രവിച്ചു. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഉപദ്രവിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് വന്ന ന്യൂസ് മൊത്തവും അവരുടെ ഫേവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, ആ വീഡിയോസ് മാത്രമാണ് വന്നിട്ടുള്ളത്. നമ്മളെ ഉപദ്രവിക്കുന്ന രീതിയിൽ ആ സമയത്ത് പറയുന്നുണ്ട്. ഇത് എന്താ പറയുക, ആൾക്കാരെല്ലാം കൂടെ കൂട്ടത്തോടു കൂടി പോലീസിനെ ആക്രമിക്കാൻ പോയപ്പോഴാണ് വെടി വെച്ചതെന്ന് പറയുന്നുണ്ട്. ഞാനും എൻ്റെ 2 മക്കളും ഭർത്താവും മാത്രം അടങ്ങുന്നത് എവിടെയാണ് ഒരു ക്രൗഡ് ഉള്ളത്? ഈ ക്രൗഡ് എങ്ങനെയാണ് ഇത്രയും പോലീസുകാരെ അവരെ ഉപദ്രവിക്കാൻ നമുക്ക് എങ്ങനെയാണ് പറ്റുന്നത്? എൻ്റെ മൂത്ത മോന് 14 വയസ്സും ഇളയ മോന് 8 വയസ്സുമാണുള്ളത്. ഈ 2 പേര് നോക്കി നിൽക്കുകയാണ് ഈ ഒരു ഇത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പോലീസ് എന്തൊക്കെ മാലയടക്കം പൊട്ടിച്ചു എന്ന് പറയുന്നുണ്ട്. എൻ്റെ കഴുത്തിൽ ഡ്രസ്സോടുകൂടി വലിച്ചു പിടിച്ച് മാല പൊട്ടിച്ചു. ആ മാല എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. മാല പൊട്ടിച്ചു വലിച്ചു പിടിക്കുകയാണ് ചെയ്തത്. കവിളിൽ അടിക്കുകയുണ്ടായി. ചെവി വേദനയുണ്ട്. ഇപ്പോൾ ENT ഡോക്ടർ വന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സാറ് എത്തിയിട്ടില്ല. പിന്നെ നടുവിനിട്ട് ചവിട്ടിയാണ് താഴെ വീണത്. ഞാൻ നടു ഇടിച്ചാണ് ഞാൻ താഴെ വീണത്. മർദ്ദിക്കുമ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞിരുന്നോ പോലീസുകാർ? വേറെ അവർക്ക് പറയുന്നതിൽ കൂടുതൽ അവർ പ്രവൃത്തിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പിന്നെ ഒരുപാട് അസഭ്യ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ വീഡിയോസിൽ ഇങ്ങനെ സൈലൻ്റായിട്ട് കാണിക്കുന്നത് അവരും വിളിക്കുന്നുണ്ട്. അതും കൂടെ ചേർത്താണ് അവർ ഈ സൈലൻ്റാക്കി പോകുന്നത്. ഇപ്പോൾ ഒരു സംഘമായി എത്തുന്നു. ഇപ്പോൾ കുട്ടികളടക്കം ഒരു മാനസികമായിട്ട് ഒരു ആഘാതത്തിലായിരിക്കുമല്ലോ, ഒരു ഭയത്തിലായിരിക്കുമല്ലോ ഇപ്പോൾ. ഭയത്തിലാണ്. ഇപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ 2 ചാനലുകാർ വീട്ടിലോട്ട് കയറി ഗേറ്റൊക്കെ തുറന്ന് അവർ CC ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടികളും ഭയത്തിലാണ്, വീട്ടിലാണ്. മക്കൾ അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ്. ഇളയാൾ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാപ്പ കേസിൻ്റെ കാര്യമടക്കം ഈ പോലീസ് ആരോപിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? കാപ്പ കേസ് ഇപ്പോൾ ജയിലിലോട്ട് കൊണ്ടുപോയതിന് ശേഷം ഇവിടെ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ചാണ് ഞാൻ അറിയുന്നത്. കാപ്പ കേസിൻ്റെ പേരിലാണ് എൻ്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു എന്നാണ്. കാപ്പ കേസ് വരണം എന്നുണ്ടെങ്കിൽ എന്തായാലും അത് ആ പ്രതിയെ അറിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ വഴി ഒരു നോട്ടീസ് പോലും നമുക്ക് ഇതുവരെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ആളെ എങ്ങനെയാണ് കാപ്പ കേസിൻ്റെ ഇതിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതിപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന വെള്ളേക്കടവിൽ ആ ഒരു ഇഷ്യൂ ആയിട്ടായിരുന്നു എന്നാണ് ഇത്. അതിൻ്റെ കൂടത്ത് 8-ാം തീയതി വരെ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ഹാജരായിട്ട് അദ്ദേഹം അവിടെ നിന്ന് കോടതിയിൽ ഹാജരാക്കി ജാമ്യം കൊടുക്കും എന്നാണ് 8-ാം തീയതി വരെ ഉള്ളത്. അതിന് മുന്നേ അദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് വരെയും. അപ്പോൾ അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ഹാജരാകാൻ പറ്റാത്തത് കൊണ്ട് അതിനെതിരെ ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് നമ്മൾ ഇവിടെ കോടതിയിൽ ഓർഡറിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓർഡർ ഇന്ന് നിലനിൽക്കുകയാണ്. ഇന്നലെ രാത്രി ഇത്രയും വലിയൊരു ഇത് അവിടെ ഉണ്ടായിരിക്കുന്നത്. പോലീസ് എത്തുന്ന യാതൊരുവിധ അറിയിപ്പുമില്ല. ഒരു സംഘമായി എത്തുന്നു, ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അപ്പോൾ നാടൊന്നാകെ ആ ഒരു ഭയം, നിങ്ങളുടെ ബന്ധുക്കളടക്കം നിരവധി പേർക്ക് ആ ഒരു പോലീസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിയ സാഹചര്യമുണ്ടല്ലോ. അതെ, ഒരു രീതിയിലുള്ള ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് വന്നത്. എൻ്റെ മക്കൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ്. അവർക്കും പുറത്തിറങ്ങി നടക്കേണ്ട ഒരു ഇതാണ്. ഇത് മുൻകൂട്ടി ചിന്തിക്കുകയോ നമ്മുടെ വക്കീലുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാനോ ഒരു ഇതും തരാതെയാണ്, അതും രാത്രി പെരുമഴയത്ത് പുറത്തിറങ്ങി ഒരാളെ സഹായം പോലും ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു സമയം തിരഞ്ഞെടുത്താണ് അവർ മനഃപൂർവ്വം നമ്മളെ ഉപദ്രവിക്കാനായിട്ട് വന്നത്. പിന്നീട് കൊണ്ടുപോയതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും വരിക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവരങ്ങൾ തേടുക എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല. പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഇതുവരെ ആരും ഒരു മൊഴിയെടുക്കാൻ പോലും ഇതുവരെ വന്നിട്ടില്ല. ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് അശ്വതിയുടെ? ഇപ്പോഴും വേദനയുണ്ട്, കഴുത്തിനും കവിളിനും വേദനയുണ്ട്, നടുവേദനയുണ്ട്. ഡോക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്തിയിട്ടില്ല.
തീർച്ചയായും കെ പി അത് തന്നെയാണ്. ശാരീരികമായി ഉണ്ടായ പരിക്കുകളെക്കാട്ടും പോലീസിന്റെ പ്രവൃത്തി അത് മാനസികമായി നൽകിയിരിക്കുന്ന ഒരു ആഘാതം തന്നെയാണ് അശ്വതിയുടെ വാക്കുകളിലും പ്രകടമാകുന്നത്. കുട്ടികൾ രണ്ടുപേരും അവരും ആ ഒരു ഭയത്തിൽ തന്നെയാണ് എന്നാണ് അശ്വതി വ്യക്തമാക്കുന്നത്. പോലീസിന്റെ ഈ ഒരു നരനായാട്ടത് യാതൊരു പ്രകോപനവും ഇല്ലാതെ വീട്ടിലേക്ക് ഇരച്ചെത്തുന്നു. അർദ്ധരാത്രി എത്തുന്നു. ഭാര്യയും അതായത് അശ്വതിയും ഭർത്താവും 2 കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പോലീസിന്റെ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമെന്ന് തന്നെയാണ് അശ്വതി വ്യക്തമാക്കുന്നത്. കാരണം പലതരത്തിലുള്ള ആരോപണങ്ങൾ പോലീസ് ഉന്നയിക്കുന്നുണ്ട്. ഇവർ സംഘം ചേർന്ന് പോലീസിനെ ആക്രമിച്ചു എന്ന് ശരി പറയുന്നു. വീണയാണ് വിവരങ്ങൾ നൽകിയത്.